ഇത് നമ്മളെ കുളം, നമ്മളെ വീടിന് മുമ്പോട്ട് പോകുന്ന ഒരു ചെറിയൊരു പണ്ടത്തെ കുന്നായിരുന്നു. കുന്നൊക്കെ ഒഴിവാക്കി ഈ റോഡ് ടാറിങ് ആയി കാണുന്നു. ഇത് റോഡ് ടാറിങ്. ഇത് ടാറിങ് കഴിഞ്ഞ് ഇപ്പം ഇതിനിടയ്ക്ക് വന്ന് പൊളിച്ച്, ഇത് മൊത്തം പൊളിച്ച്. ഇവിടെ നിന്ന് പിന്നെ ഒരു 8 ഇഞ്ച് പൊക്കി. പഴയ കുന്നൊക്കെ ഇടിച്ച് മാറ്റിക്കൊണ്ട് മണ്ണെല്ലാം സർക്കാർ കൊണ്ടുപോയതാണ്. സർക്കാരും മെമ്പറും ബന്ധപ്പെട്ടൊരു അത് പൊക്കി. ഇപ്പോൾ ഒരു 2-3 കൊല്ലമായി കഴിഞ്ഞു. അത് പൊക്കി. കണ്ട അടുത്ത റോഡ് അത് പൊക്കി. നോർമൽ പൊക്കി. ഇപ്പം ഒരു 8 ഇഞ്ച് പൊങ്ങി. നമ്മളെ പഴയ കുന്നണക്കായി നിന്നുകൊണ്ടിരിക്കുക. ഈ 8 ഇഞ്ച് പൊങ്ങി അടുത്ത കയറ്റം അവിടെ 8 ഇഞ്ച് പൊങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ 8 ഇഞ്ച് പൊങ്ങിക്കൊണ്ടിരിക്കുക. 8 ഇഞ്ച് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നിന്ന് തിരിയുന്ന നമ്മളെ വീടാണ്. നമ്മളെ വീട്ടിലോട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഇവിടുന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയി റോഡ് പൊക്കെ താഴ്ത്തിട്ടതാണ്. താഴ്ത്തിട്ട് ഇവിടുന്ന് ഓട തുടങ്ങി. ഓട തുടങ്ങിയതാണ്ട് ഇവിടെ നിന്നോട്ട് ഇപ്പം പിന്നെയും 8 ഇഞ്ച്. അതായത് ഈ കുന്നും പ്രദേശമാണ്. ഞങ്ങൾ താണ്ടെ ഇവിടെ നോക്കെ ഇവിടെ താഴോട്ട് വെള്ളം അന്തസ്സായിട്ട് ഒഴുകിപ്പോയി. ഇവിടെ താഴേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സ്ഥലമായിരുന്നു. നിരന്തരം ഒഴുകിപ്പോകുന്ന സ്ഥലം. ഒരു കാര്യമില്ലാതെ ഒരു 8 ഇഞ്ച് ഓട. ഈ ഓടയുടെ പൊക്കം തന്നെ നോക്ക്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, എൻ്റെ വീടും കാണിച്ചു തരാം. അതാണ്ടേ ഈ റോഡ് നല്ലോണം വെള്ളം പോയിക്കൊണ്ടിരുന്ന റോഡാണ്. റോഡ് 8 ഇഞ്ച് പിന്നെ ഓട പൊക്കി. വെള്ളം പോകുന്നില്ലെന്നും പറഞ്ഞു. നല്ല രീതിയിൽ റോഡാണ്. റോഡ് ഇനി ഈ ഓടയുടെ പൊക്കം വരും. ഈ ഓടയുടെ പൊക്കം വരുമ്പോൾ ഇതിൻ്റെ പഴയ പൊക്കം എന്ന് പറഞ്ഞാൽ അതാണ്ടേ ഇത് നോർമൽ പൊക്കം ഇതാണ്. അതാണ്ടേ ഇത്രയുണ്ട്. ഇവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് പോയതാണ് സർക്കാർ. അന്നത്തെ പഞ്ചായത്ത് മണ്ണെടുത്തുകൊണ്ട് പോയ സ്ഥലമാണ്. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ ആണ്ടേ ഇത് റോഡാണ്. ഓൾറെഡി ഈ വെള്ളം വന്ന് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇനി അടുത്ത ഓടയും ഈ പൊക്കം വരുമെന്ന് അവർ പറയും. ഈ റോഡ് ഒരു കാര്യമില്ലാത്തൊരു ഓടയാണ് ഇവിടെ ഇപ്പം പണിയുന്നത്. ഉണ്ടോ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന മതി. ഉണ്ടോ നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഓടയുടെ ആവശ്യമില്ല. ഇവർ ഇത്രയും റോഡ് ഈ 9 ഇഞ്ച് പൊക്കിയതാണ്ട് ഞങ്ങളൊക്കെ വീട് കണ്ട. പിന്നെയും താഴെ തട്ടിലേക്ക് പോയാൽ ഉണ്ടോ ഇത്രയും വെള്ളം ഇനി നമ്മളെയൊക്കെ വീട്ടിലോട്ട് മറിയാൻ പോയാൽ. യഥാർത്ഥത്തിൽ ഓടയുടെ ഒരു ആവശ്യമില്ല ഇവിടെ. ഈ റോഡ് ഇത്രയും പൊങ്ങുമെങ്കിൽ ഈ വെള്ളം ഒഴുകിപ്പോയനെ. വെള്ളം പോയാൽ ഇത് കുന്നുംപുറമാണ്. വർഷങ്ങളായിട്ടുള്ള കുന്നുംപുറമാണ്. ആട്ടെ ഇവിടുന്ന് വെറുതെ ഈ റോഡിൽ നല്ല രീതിയിൽ വെള്ളം പോയിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. അവർ പൊക്കി ഒരു റോഡ് ഇനി പഴയൊരവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ പോകുന്നു. ഇതൊരാവശ്യമില്ല. ഒരാവശ്യമില്ലാത്ത പരിപാടിയുടെ ഇത് പണ്ട് ഇത്രയും കുന്നും കിടന്ന സ്ഥലമാണ്. ഇവിടുന്ന് മണ്ണ് സർക്കാർ കൊണ്ടുപോയ സ്ഥലമാണ്. ഇവിടുന്ന് പഞ്ചായത്ത് അധികൃതരും അവർ അറിയപ്പെടുന്നവരും എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയ സ്ഥലമാണ്. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇപ്പം പിന്നെയും ഞങ്ങളെ ഇട്ട് പറ്റിക്കുക. ഈ മണ്ണും എടുത്തുകൊണ്ട് പോയി. അവരിപ്പം മെമ്പറൊക്കെ ഉണ്ട്. ഇത് മെമ്പർ പാർട്ടിക്കാരെല്ലാം കൂട്ടാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടുന്ന് വെള്ളം അന്തസ്സായിട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം വെള്ളം ഒഴുകത്തില്ലെന്ന് തോന്നുന്നു. വെള്ളം ഇവിടുന്ന് ഒഴുകിപ്പോകത്തില്ലെന്ന് തോന്നുന്നു. കാര്യം ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഓടയുടെ ഒരു ആവശ്യമില്ല. ഈ ഓട ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ ആഴം കണ്ട ഇത് കാണിച്ചു തരാം. ഇവിടുന്ന് അങ്ങേ അറ്റം ചെല്ലുമ്പോഴുള്ള ആഴം തോന്നുന്നു. കണ്ട അവിടെ ഒരു മഴയില്ല.
വേണ്ട ഇവിടെ എൻ്റെ ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഓട ഉണങ്ങിയിട്ടായിരുന്നു. അവിടെ തീരുക. അതിൻ്റെ അപ്പുറം താഴോട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് വരത്തില്ല. ഇവിടുന്ന് വെറുതെ ഈ റോഡ് വെറുതെ പൊക്കി ഒരു ചുമ്മാളിയാ വെറുതെ പൊക്കി വീരിതാക്കി എടുക്കുക. ഇവരൊരു ഫണ്ട് മാറ്റി എടുക്കുക. സർക്കാർ ഫണ്ട്. ഞാൻ പഞ്ചായത്തിൽ പരാതി കൊടുത്ത്, ബ്ലോക്കിൽ പരാതി കൊടുത്ത്, ഇവരാരും ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇവരെല്ലാം പാർട്ടി ഭരണമാണ്. നമുക്ക് കോടതിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വെച്ചില്ല. ഇവിടെ കിടന്ന മണ്ണ് വർഷം മുമ്പ് എടുത്തുകൊണ്ട് പോയതാണ്. ഇതൊക്കെ പഴയ ബേസ്മെൻറ്റുകളാണ്. ഈ വീടിൻ്റെ ബേസ്മെൻ്റ് ഉണ്ടോ? ഈ പൊക്കത്തിൽ നിന്ന് മണ്ണാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഇവർ പിന്നെ ആ പഴയ അവസ്ഥയിലോട്ട് ആക്കിയ ഇത്ര പൊക്കം വേണമെന്ന് പറയും. അന്നിവിടെ ഇതണ്ട ഇവിടെ ഇവിടെ ഇത്രയും കുന്ന് കിടന്ന സ്ഥലത്ത് ഈ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലെന്നും പറഞ്ഞാൽ ഒരു പുതിയ ഓട നിർമ്മിച്ച്. അവിടെ ഇവിടുന്ന് ഇവിടുന്ന് താഴോട്ട് നമ്മളെ വീടിന് മുമ്പ് കിടങ്ങ ഏറ്റവും വരെ ഇവിടുന്ന് വഴിയില്ലെന്നും പറഞ്ഞാൽ ഇവരിപ്പോൾ പുതിയ ഓടയും ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, നിനക്ക് പേപ്പറെല്ലാം നിനക്ക് അവിടെ കൊടുക്കാൻ, അവിടെ ഹൈക്കോടതി കൊടുക്കാമെങ്കിൽ ഞാൻ കൊടുത്തു, കുഴപ്പമില്ല. ആയിട്ട് ഒന്നുമില്ല. നമ്മളെ വീടിന് ഇവിടെ ഇത്രയും താത്തരാന്നും പറഞ്ഞ് ഇവരിവിടെ ചെയ്തിട്ടേ ഇപ്പം നമ്മളെ വീട്ടിൻ്റെ മേളെ ഇരിക്കുക ഓടെ എല്ലാം കൂടെ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പൊക്കെയാണെങ്കിൽ ഈ വെള്ളം തന്നെ ഒഴുകി പോകാനായിരുന്നു. ഇപ്പം വെറുതെ ഓടയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും വെള്ളം ഈ റോഡും കൂടെ പൊങ്ങി വരിക അവിടെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ നമ്മളെ നാട്ടിൻ്റെ അവസ്ഥ കണ്ടല്ലേ. നമ്മളെ നിയമപരമായിട്ട് വല്ലതും നടക്കുന്നേ ചോദിച്ചോളൂ. നമുക്ക് പാർട്ടിപരമായിട്ട് ഇവിടെ ഒന്നും നടക്കത്തില്ല. പാർട്ടിക്കാരാ ഇപ്പം പ്രശ്നം മൊത്തം. നിയമപരമായിട്ട് വല്ലതും നടക്കുമെന്ന് ചോദിച്ചോളൂ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ഓടയുടെ ആവശ്യമൊന്നുമില്ല. ഈ റോഡ് ഇത്രയും പൊങ്ങുമെങ്കിൽ പിന്നെ ഓടയുടെ ആവശ്യമില്ല. ഇത്രയും ആ കുന്നിൽ നിന്ന് വരുന്ന വെള്ളം. ആ കുന്ന് പണ്ട് ഈ കുന്ന് ഇവിടെ ഉള്ളതായിരുന്നു. ശരി, ഞാൻ അങ്ങോട്ട് അയച്ചു തരാം കേട്ടോ. നോക്ക് വേണ്ട. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതാ ഈ ഓടയുടെയൊക്കെ അവസ്ഥ, നമ്മളെ വീടിൻ്റെ അവസ്ഥ, അപ്പുറത്തെ വീടിൻ്റെ അവസ്ഥ കണ്ട. വെള്ളമെല്ലാം അപ്പുറം പോയാ. ഇതുണ്ട എല്ലാം വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന നാടുകൾ. ഇപ്പോൾ ഇനി ഇതെല്ലാം തിരിഞ്ഞ് വെള്ളം കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം പൊത്തി. ഈ റോഡുകൊണ്ടൊരു പ്രയോജനമില്ലാതായിരിക്കും. ലക്ഷങ്ങൾ മേടിച്ച് അവർ ഫണ്ട് മേടിച്ച് പാർട്ടിക്കാരാണ്. അതുകൊണ്ടോ വെച്ചു നമുക്കൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചു. ഇത് എന്തെങ്കിലും ഒരു സ്റ്റേ ചെയ്യാനോ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു വേണ്ട. നമ്മളെ റോഡ് പണ്ട് ഇതിലും ഇത്രയും പൊക്കമുള്ള സ്ഥലമായിരുന്നു പണ്ട്. ഇവിടുന്ന് സർക്കാർ മണ്ണെടുത്തോണ്ട് പോയതാണ് പഞ്ചായത്തുകാർ. ഈ റോഡ് വെട്ടിത്താത്തതാണ്. റോഡ് വെട്ടിത്താത്ത് ഇത്രയും താത്തതാണ്. അവരിപ്പം പിന്നെയും ചെയ്യുന്നത് അത് പിന്നെയും പഴയ അവസ്ഥയിൽ. ഇപ്പം നമ്മളൊക്കെ വീട്ടിലേക്കുള്ള അവസ്ഥകൾ കണ്ട. ഈ വെള്ളമെല്ലാം ഇനി നാളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ. നമ്മളെ വീട്ടിൽ അപ്പുറം എല്ലാം പോത്തുള്ളൂ. എന്നിട്ട് നമ്മളെ വീടാത് ഇവിടെ നിന്ന് ഇനി ഈ റോഡിൽ കിടക്കുന്ന വെള്ളമെല്ലാം അവിടെ ഇവിടെയും പോത്തുള്ളൂ. ഈ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്. ഇതിനകത്ത് എന്തോ ഇവർ ഫണ്ട് മേടിച്ചതാണ്, അല്ല വേറൊന്നുമില്ല.